നോർമൽ ഓർഗാനിസംസിനെ കൊന്ന് തിരിച്ചും ഇത് റെപ്പിറ്റഡ്ലി ആവും. ഇങ്ങനെ കോണ്ടംസ് യൂസ് ചെയ്താലാണ് ഈ കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസ് ക്യാൻ ബി അവോയ്ഡഡ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ് അബൌട്ട് വജൈനൽ ഇൻഫെക്ഷൻ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ദീപ നമ്പ്യാർ എന്നാണ്. ഞാൻ ശാന്തി വുമൻസ് ഹെൽത്ത് കെയറിലെ ഒരു OBG കൺസൾട്ടൻ്റായിട്ട് ഉണ്ട് ഇൻ ബാംഗ്ലൂർ പാനസ്വാടി. ഇന്നത്തെ നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ് അബൌട്ട് വജൈനൽ ഇൻഫെക്ഷൻ. എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് പറയും ഇങ്ങനെ വജൈനൽ ഡിസ്ചാർജ് ആവുന്നു, വൈറ്റായിട്ട് ഡിസ്ചാർജ് പോകുന്നു, അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, അതിന് വേറെ പ്രത്യേകിച്ച് ഒരു മണമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ പറയുന്നത് വൈറ്റ് ഡിസ്ചാർജ് ഒരു വുമൻഹുഡിലാണ് നോർമലായിട്ട് കരുതുന്നത്. ബിക്കോസ് അത് ഹാർമോണൽ ചേഞ്ചസ് എന്നിങ്ങനെ ആവാം. പക്ഷേ ബേസിക്കലി നമ്മൾ വുമൻഹുഡിൽ നിന്ന് 3 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താണെന്ന് പറയുന്നത് വയസ്സെന്ന് വരുന്നവരെ. സോ ഈ പെൺകുട്ടികൾ പ്യൂബർട്ടി വയസ്സിൽ വരുന്നവരെ 6 months മുമ്പ് തന്നെ കുറച്ച് വജൈനൽ ഡിസ്ചാർജസ് ഉണ്ടാവാം. ആ വജൈനൽ ഡിസ്ചാർജ് കുഡ് ബി ബിക്കോസ് ഓഫ് ഹാർമോണൽ ചേഞ്ചസ്. അത് സ്റ്റാർട്ടിങ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ് ഇൻ വിച്ച് ഈ ഓവറി സ്റ്റിമുലേഷൻ ആവുന്നത്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് സിഗ്നൽ ആയിട്ടാണ് ഇതെല്ലാം ആവുന്നത്. സോ ആ ടൈമിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോവുക, അൺനെസസറി ആൻറ്റിബയോട്ടിക്സ് എടുക്കുക, അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോർമൽ. നെക്സ്റ്റ് ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ ഫ്രോം ദാറ്റ് ടൈം പ്യൂബർട്ടിയിൽ നിന്ന് കല്യാണം ആവുന്ന വരെ. സോ ഈ ടൈമിലാണ് മാക്സിമം ചേഞ്ചസ് ആവുന്നത്. ബിക്കോസ് ദ ചൈൽഡ് ഇസ് ഡെവലപ്പിംഗ്. ആ ഡെവലപ്മെൻറ്റൽ വൈസിലാണ് ബ്രസ്റ്റ് ഡെവലപ്പ് ആവുന്നത് ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ആവുന്നത്. ആൻഡ് നോർമൽ ഗ്ലാൻഡ്സ് ഉണ്ടാവും. ലൈക്ക് നമ്മുടെ വായിൽ എങ്ങനെ ഉണ്ട് ഗ്ലാൻഡ്സ് ഉണ്ടാവുന്നത്. ബിക്കോസ് എനി ഇൻഫെക്ഷൻ ആയാൽ അപ്പോൾ സലൈവ കൂടുതലായിട്ട് ഡിസ്ചാർജ് ആവും. സെയിം വേ ആ വജൈനൽ ഇൻഫെക്ഷൻസ് അങ്ങനെ ആവുന്നത്. സോ ഇൻ കേസ് ഓഫ് എനി ഇൻഫെക്ഷനാണ് കൂടുതൽ ഡിസ്ചാർജ് ആവുന്നത്. ഈ ഡിസ്ചാർജ് നോക്കിയിട്ടാണ് നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോകുന്നത് നമുക്കൊരു ഡിസിഷൻ ആക്കാം. സോ മോസ്റ്റ് ഓഫ് ദീസ് ഗേൾസ് എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്കൊരു നാണോ അവർക്ക് പറയാനൊരു വിഷമം ഉണ്ടാവും. സോ അങ്ങനെ ഒന്നും പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. യു ആൾ ഹാവ് ടു കം ഫോർവേഡ്. ബിക്കോസ് ഇങ്ങനത്തെ മാതിരി ഇൻഫെക്ഷൻസ് ലോങ് ടേമിൽ ഓൾസോ നിങ്ങൾക്ക് പ്രോബ്ലംസ് ആവാം. അടുത്ത സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഫ്രോം മാരേജ് ടിൽ ദ ഏജ് ഓഫ് മെനോപോസ്. സോ ഈ ടൈമിലാണ് മാക്സിമം ഇൻഫെക്ഷൻസ് ആവുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ ടൈം വെൻ ദേ ആർ എക്സ്പോസ്ഡ് ടു സെക്ഷൽ ആക്ടിവിറ്റി. സോ ഈ ടൈമിലാണ് രണ്ടും ഹസ്ബൻഡും വൈഫിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഫസ്റ്റ് വൈഫിനാണ് കൂടുതൽ കാണിക്കുക. ബിക്കോസ് മെയിൽസിലെ സബ് ക്ലിനിക്കലാണ് ഇൻഫെക്ഷൻ. ഫീമെയിൽസിൽ അവർക്ക് സ്റ്റാർട്ടിങ് സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് വജൈനൽ ഇച്ചിങ് ഉണ്ടാവാം, ഡിസ്ചാർജ് കൂടുതലായിട്ടുണ്ടാവാം. കളർ ഓഫ് ഡിസ്ചാർജ് നോക്കിയിട്ടാണ് നമുക്ക് എന്താ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവും. സോ അത് ഗ്രീനിഷ് ഡിസ്ചാർജ് ഉണ്ടായെങ്കിൽ അത് വേറെ മാതിരി ഒരു പാരസൈറ്റ് ട്രൈക്കോമോനാസ് എന്ന് പറയും, അതുണ്ടാവാം. ഒരു കേർഡ് മാതിരി തൈര് മാതിരി ഡിസ്ചാർജ് ഉണ്ടായെങ്കിൽ അത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. വേറെ നോർമൽ ഡിസ്ചാർജ് ഒത്തിരി കൂടുതൽ പോകുന്ന മാതിരി ഉണ്ടായെങ്കിൽ ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറയാം. അതെന്താണെന്ന് പറഞ്ഞാൽ നോർമൽ ഇരിക്കുന്ന ക്രിമികൾ നമ്മളുടെ ട്രാക്റ്റിൽ ഇല്ലെങ്കിൽ വേറെ ഇൻഫെക്ഷ്യസ് ക്രിമികളാണ് അതിൻ്റെ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഡിസ്ചാർജ് കൂടുതലാവുന്നത്. സോ നോർമലി നമ്മളുടെ ഈ വജൈനൽ ട്രാക്റ്റിൽ ഒരു ഇക്കോസിസ്റ്റം ബാലൻസ് ആവും. ഈ ഇക്കോസിസ്റ്റമിൽ ലാക്ടോബാസിലൈ എന്നൊരു ക്രിമിയുണ്ട്. അതാണ് നമുക്ക് ഈ അസിഡിക് മീഡിയ എന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ അസിഡിക് മീഡിയ അങ്ങനെ ഉണ്ടായാലാണ് വേറെ ഇൻഫെക്ഷൻസ് ആവാതെ അത് നോക്കുന്നത്. സോ ഈ ക്രിമി കുറഞ്ഞായാലും ഇൻ കേസ് ഒത്തിരി സം പീപ്പിൾ ഒത്തിരി വാഷ് ചെയ്തിട്ട് ഒത്തിരി ക്ലീൻലിനെസ് ഉണ്ടായാലും ഇങ്ങനെ ഈ നോർമൽ ഓർഗാനിസംസ് എല്ലാം വാഷായി പോവാം. സോ ഈ ടൈമിൽ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിന് ഗുളികയുണ്ട്. സോ യു ഹാവ് ടു ഗോ മീറ്റ് യുവർ ഡോക്ടർ, ഗെറ്റ് എക്സാമിൻഡ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഡിസിഷൻ ആക്കാനാവുക ദാറ്റ് എന്താ ഇൻഫെക്ഷനാണ്. അതിൻ്റെ സ്വാബ് എടുത്തിട്ട് അത് കൾച്ചർക്ക് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കൺഫർമേറ്റീവ് ഡയഗ്നോസിസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. സോ നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് വെജൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൺ ഈസ് ഞാൻ പറഞ്ഞ മാതിരി ഇൻഫെക്ഷൻസിൻ്റെ. സോ ഇൻഫെക്ഷൻസിൻ്റെ കാരണത്തിന് ഈ ട്രൈക്കോണോമാസ്, കാൻഡിഡിയാസ്, ഫംഗൽ ഇൻഫെക്ഷൻ, ഈസ്റ്റ് ഇൻഫെക്ഷൻ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. വേറെ ഇൻ കേസ് ഓഫ് പോസ്റ്റ് മെനോപോസൽ ലേഡീസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ആ ഈസ്ട്രജൻ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ കുറവായ സ്ഥിതിക്ക് ഗ്ലൈക്കോജൻ കണ്ടൻറ്റ് ഓൾസോ സെൽസിൽ കുറവാകും. ആ ടൈമിലാണ് വേറെ ഈ അൾസേഴ്സ് മാതിരി ആയിട്ട് വേറെ ഇൻഫെക്ഷൻസ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ ഈ ഓരോരോ ടൈപ്പ് ഓഫ് സ്റ്റേജിൽ ഓരോരോ ഇൻഫെക്ഷൻ ആകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ദാറ്റ് വാട്ട് ഹാസ് ടു ബി ഡൺ ഫോർവേഡ്. ഇല്ലെങ്കിൽ അൺനെസസറി നോർമൽ ടാബ്ലറ്റ്സ് എടുത്തിട്ട് വേറെ നോർമലായിട്ട് നമ്മൾ നോർമൽ ഓർഗാനിസംസിനെ കൊന്ന് തിരിച്ചും ഇത് റെപ്പിറ്റഡ്ലി ആവും. സോ അതിനെ കുറച്ച് പേര് വരുന്നത് ഡോക്ടർ എനിക്ക് ഒത്തിരി വർഷം നിന്ന് ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് പോകുന്നു. സോ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ നോട്ട് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്. വേറെ എസ്പെഷ്യലി പാർട്ട്നേഴ്സിന് ഇൻ കേസ് ഓഫ്
other infections like sexually transmitted diseases like gonorrhea, syphilis, herpes, HIV, HPV, ഈ ഇൻഫെക്ഷൻസിൻ്റെ കൂടെ ഓൾസോ ഇങ്ങനെ കൂടുതൽ ഡിസ്ചാർജസ് ആവാം. ബട്ട് ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇത് ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ these are all ascending infections. So യൂട്രസിൽ നിന്ന് താഴെന്ന്, ദാറ്റ് മീൻസ് സെർവിക്സ് വജൈന പാർട്ടിൽ നിന്ന് അത് മേലോട്ട് പോയിട്ട് അവിടെയാണ് ഇൻഫെക്ഷൻസ് ആക്കുന്നത്. സോ ഫ്യൂച്ചറിൽ ഇൻ കേസ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഇൻഫെക്ഷനാൽ ബ്ലോക്ക് ആവുന്നത്, ഓർ ഇറ്റ് ബിക്കംസ് എ ഹോസ്റ്റൈൽ എൻവയൺമെൻറ്റ്. അപ്പോൾ പ്രഗ്നൻസി ആവാൻ ഒത്തിരി ബുദ്ധിമുട്ടാവും. സോ ഇൻ കേസ് കറക്റ്റ് ടൈമിൽ പോയിട്ട് ഡോക്ടറെ അടുത്ത് മീറ്റ് ചെയ്താൽ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, ലോങ് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ടു പ്രിവെൻറ്റ് ദീസ് കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസ്. എസ്പെഷ്യലി when you go to the doctor, ഹസ്ബൻഡ് കൂടെ പോകുന്നത് നല്ലതാണ്. ബിക്കോസ് ഒബ്വിയസ്ലി വൈഫിന് ഇങ്ങനെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഓൾസോ ഉണ്ടാവും. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഈ റെപ്പിറ്റേറ്റീവ് എപ്പിസോഡ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിംറ്റംസ് ഓഫ് വജൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, ഞാൻ പറഞ്ഞ മാതിരി, ഓർ ഇച്ചിങ്, ഇല്ലെങ്കിൽ ഒത്തിരി ഇറിറ്റേഷൻ അറൗണ്ട് ദ വെജൈനൽ ഏരിയ, ഓർ യൂറിനേഷൻ ചെയ്യുമ്പോൾ, വേറെ പെയിൻഫുൾ ഇൻ്റർകോഴ്സ്, ഓർ എനി ടൈം നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വിഷമം ഉണ്ടാവുക, ഇങ്ങനെ മാതിരി സിംറ്റംസ് ആണ് കൂടുതലാവുന്നത് ഫോർ ലേഡീസ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് സിംറ്റംസ്. ഒത്തിരി പാഡ് ചേഞ്ച് ചെയ്യുക, ഓർ യുവർ അണ്ടർവെയർ ഗെറ്റ്സ് വെറ്റ് ഓൾ ദ ടൈം. വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ വെജൈനൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ലോ ഇമ്മ്യൂണിറ്റി. ഡസൻറ്റ് മീൻ ഇപ്പോൾ കുറച്ച് പേര് വരും ഇങ്ങനെ പറയുന്നത് ദറ്റ് വെജൈനൽ ഇങ്ങനെ ഒത്തിരി വെജൈനൽ ഡിസ്ചാർജ് ആകുമ്പോൾ എന്തെങ്കിലും വേറെ ക്യാൻസർ ഉണ്ടോ ഡോക്ടറെ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട്. സോ ക്യാൻസറിൻ്റെ ചാൻസസ് ഫസ്റ്റ് അത് ലാസ്റ്റാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് വെരി ലോ ഇമ്മ്യൂണിറ്റി, നിങ്ങൾ നല്ലോണം നിങ്ങളുടെ ഭോജനത്തിൽ നല്ല rich nutrients like vegetables, green leafy vegetables, boiled vegetables, good quality food ഇല്ലെങ്കിൽ ഇങ്ങനത്തെ മാതിരി ഇൻഫെക്ഷൻസ് ക്യാൻ ഓവർകം. സോ നിങ്ങളുടെ ഡയറ്റ് ശരിയായിട്ട് എടുക്കണം. വേറെ ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത്. സോ ഓരോരോ ഇൻഫെക്ഷൻ, യൂറിൻ ഇൻഫെക്ഷൻ ഒരു ആൻറ്റിബയോട്ടിക്, തിരിച്ചും വെജൈനൽ ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക്, ഇങ്ങനെ നിങ്ങൾ കൂടുതലായിട്ട് എടുത്താലാണ് ഈ നോർമൽ പാത്തജൻസ് പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചും ഇൻഫെക്ഷൻ ആവും. ഇനിയൊന്ന് ഇൻഫെക്റ്റഡ് മെയിൽ പാർട്ട്ണർ. സോ ഇൻ കേസ് നിങ്ങളുടെ പാർട്ട്ണർ ടാബ്ലറ്റ്സ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കാണ് പ്രോബ്ലം. ആൻഡ് യൂസേജ് ഓഫ് കോണ്ടംസ് ആർ പ്രിഫേർഡ് ബിക്കോസ് ഇങ്ങനെ കോണ്ടംസ് യൂസ് ചെയ്താലാണ് ഈ കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസ് ക്യാൻ ബി അവോയ്ഡഡ്. ആൻഡ് കോംപ്രമൈസ് പേഴ്സണൽ ഹൈജീൻ. ഇപ്പോൾ എല്ലാവരും ഞാൻ പറയുമ്പോൾ കുറച്ച് പേര് ഇങ്ങനെ വന്നിട്ട് ഡോക്ടറെ ഞാൻ ഡെറ്റോൾ ഇടുക, സാവ്ലോൺ ഇടുക എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനത്തെ മാതിരി ഒന്നും യൂസ് ചെയ്യരുത് അവിടെ. ബിക്കോസ് അവിടെ നിങ്ങൾ ഓൾറെഡി ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലെയിംഡ് ഏരിയയിൽ നിങ്ങൾ ഇനി ഒരു ആൻറ്റിസെപ്റ്റിക് ഇടുമ്പോൾ ഇനി അത് കൂടുതലാവും. സോ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു മെഡിക്കേറ്റഡ് വാഷ് യൂസ് ചെയ്തത് നല്ലതാണ്. വേറെ അൺകൺട്രോൾഡ് ഡയബറ്റീസ്. സോ ഷുഗർ ലെവൽസ് കൂടുതലാകുമ്പോഴാണ് ഇങ്ങനെ ഇൻഫെക്ഷൻ ഓൾസോ കൂടുതലാവുന്നത്. ബിക്കോസ് ഈസ്റ്റ് ഇൻഫെക്ഷൻ കൂടുതലാവുന്നത് ബിക്കോസ് ഓഫ് ദ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ഇൻ ദ വജൈന ആൻഡ് ദ pH, ആസിഡിക് pH വിൽ ബിക്കം ബേസിക്. എന്ന് പറഞ്ഞാൽ ആസിഡ് ലെവൽസ് കുറഞ്ഞ് ഈ ഇൻഫെക്ഷൻ കൂടുതലാക്കാൻ ഒരു മീഡിയമാണിത്. വേറെ ഹാർമോണൽ ഇംബാലൻസ്. സോ ഞാൻ പറഞ്ഞ മാതിരി പ്യൂബർട്ടി ടൈമിൽ അല്ലെങ്കിൽ മെനോപോസ് ടൈമിൽ ഈ ഹാർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ മാതിരി ഇൻഫെക്ഷൻസ് കൂടുതലാവാം. സോ ഇത് എങ്ങനെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്? സോ ഞാൻ പറഞ്ഞ മാതിരി പ്രിവെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങളുടെ ഡയറ്റിൽ നല്ല വെരി ഗുഡ് ന്യൂട്രിയൻ ഡയറ്റ് എടുത്താലും നല്ലോണം വെള്ളം കുടിച്ചാലും ഈ ഇൻഫെക്ഷൻസ് കുറച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പേഴ്സണൽ ഹൈജീൻ, മെയിൽ പാർട്ട്ണർ ട്രീറ്റ് ചെയ്യുക. ഈവൻ അണ്ടർവെയർസിൽ നിങ്ങളുടെ അടിവസ്ത്രങ്ങളെല്ലാം കോട്ടണിലുണ്ടായാൽ നല്ലതാണ്. അതർ ദാൻ സിന്തറ്റിക് മെറ്റീരിയൽ ഓർ ഒത്തിരി ടൈറ്റായിട്ട് അണ്ടർ ഗാർമെൻറ്റ്സ് ഓർ ക്ലോത്ത്സ് ഇടുമ്പോഴും ഇങ്ങനെ ആവാം. വേറെ പ്രഗ്നൻസിയിൽ ഓൾസോ ഇങ്ങനെ ആവാം. സോ പ്രഗ്നൻസിയിൽ നോർമലായിട്ട് ഡിസ്ചാർജ് ആവുന്നത് കെൻ ബി ബിക്കോസ് ഓഫ് ഹാർമോണൽ ചേഞ്ചസ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഡിഫറൻഷിയേഷൻ അറിയണം. അത് നോർമലായിട്ട് മ്യൂക്കോയിഡ് മാതിരി എഗ് വൈറ്റ് മാതിരി ഡിസ്ചാർജ് ആണോ ഇല്ലെങ്കിൽ വേറെ മാതിരി ഇൻഫെക്ഷൻ ആണോ എന്നുണ്ടായാൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിക്കണം. വേറെ ഒത്തിരി ഇങ്ങനെ ക്ലീൻ ചെയ്യുക. കുറച്ച് പേര് ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ അവർ ഒത്തിരി ക്ലീൻ ചെയ്യണം, അതൊന്നും ചെയ്യരുത്. സോ നോർമലായിട്ട് ജസ്റ്റ് ഔട്ട്സൈഡ് ഭാഗം ലോക്കൽ ഏരിയ ക്ലീൻ ചെയ്തിട്ട് ഉള്ളോട്ട് ക്ലീൻ ചെയ്യാൻ ഒരു ആവശ്യമില്ല. അതിന് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കുന്നതാണ് ട്രീറ്റ്മെൻറ്റ്. സോ മാനേജ്മെൻറ്റ് ഓഫ് വെജൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രകാരം നിങ്ങൾ ഫുൾ കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുക്കണം ഓർ ആൻറ്റി ഫംഗൽ. കുറച്ച് പേര് 1-2 ദിവസം എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് ഓപ്റ്റിമൽ ബിക്കോസ് തിരിച്ചും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരും. ഒരു ഫുൾ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻസ് എല്ലാം നമുക്ക് മാറി വയ്ക്കാം. വേറെ ഡോക്ടേഴ്സ് ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മെഡിസിൻ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ചോദിക്കുക. അതിന് നാനപ്പെട്ടോ അങ്ങനെയൊന്നും
ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ഓൺലി വെൻ യു നോ ഹൗ ടു യൂസ് ദ ടാബ്ലറ്റ് നിങ്ങൾക്കൊരു ഹെൽപ്പ് ഉണ്ടാവും. ആൻഡ് ഇൻ കേസ് ഇങ്ങനെ മാതിരി നിങ്ങളുടെ ഇപ്പോൾ സിംറ്റംസ് തിരിച്ചും പെർസിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാം. അവിടെ വേറെ ടെസ്റ്റ് ഉണ്ടാവും ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട്ലി വാട്ട് ഈസ് ദ കോസ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ലാസ്റ്റിൽ ഇൻ കേസ് ഓഫ് വെൻ യു ആർ ടേക്കിംഗ് ദിസ് മെഡിക്കേഷൻ അവോയ്ഡ് ഹാവിങ് കോൺടാക്ട്. ബിക്കോസ് ആ സമയത്തിൽ നിങ്ങൾ തിരിച്ചും ഇങ്ങനെ കോൺടാക്ട് ഉണ്ടായാൽ യുവർ ഇൻഫെക്ഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഗോ ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബിക്കം വേഴ്സ്. സോ ഇങ്ങനെ നമ്മൾ vaginal infection tackle ചെയ്യാൻ ഒത്തിരി വഴികളുണ്ട്. But you all should be careful and go ahead and meet your doctor before it becomes too late. Thank you so much.